നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 17 ഞായർ, ധനു 1. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത സുരക്ഷയിൽ ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ തുടരുന്നു. മലപ്പുറം SP-യുടെ നേതൃത്വത്തിൽ 200ഓളം പോലീസുകാർ ക്യാമ്പസിൽ. 11 മണിയോടെ ഗവർണർ സ്വകാര്യ ചടങ്ങിനായി തിരിക്കും. കൂടുതൽ പ്രതിഷേധ പരിപാടികൾക്ക് SFI. വണ്ടിപ്പെരിയാർ ബലാത്സംഗ കൊലക്കേസ് വിധിക്കെതിരെ അപ്പീൽ നീക്കവുമായി പ്രോസിക്യൂഷൻ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നാളെ കത്ത് നൽകും. പ്രതിയെ വെറുതെ വിട്ട വിധി വിശകലനം ചെയ്ത് പോലീസും പബ്ലിക് പ്രോസിക്യൂട്ടർമാരും. വാളയാർ പെൺകുട്ടികളുടെ കുടുംബം വണ്ടിപ്പെരിയാറിലെത്തും. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കും. പ്രവർത്തകർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് പത്തനംതിട്ടയിൽ. ആറന്മുളയിലും റാന്നിയിലും കോന്നിയിലും മന്ത്രിസംഘമെത്തും. ജില്ലയിൽ കനത്ത സുരക്ഷ. പാർലമെന്റ് പുകയാക്രമണ കേസിൽ പ്രതികളുടെ മൊഴികൾ തള്ളി പോലീസ്. സംഘം യാദൃശ്ചികമായി കൂടിച്ചേർന്നതെന്ന വാദം അംഗീകരിക്കാതെ അന്വേഷണ സംഘം. ആക്രമണത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളെന്നും നിഗമനം. പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം. സഭയിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. വയനാട് വാഗേരിയിലെ നരഭോജിക്കടുവയെ പിടികൂടാൻ കഴിയാതെ ദൗത്യസംഘം. ദൗത്യം ഒരാഴ്ച പിന്നിട്ടു. കൂടല്ലൂരിൽ ഒരു കൂടുകൂടി സ്ഥാപിച്ചു. 2 RRT സംഘങ്ങൾ കൂടി വയനാട്ടിലേക്ക്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു. നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം 1000-ലധികം. പ്രായമായവരും ഗർഭിണികളും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുനെൽവേലി, കന്യാകുമാരി, തൂത്തുക്കുടി, തെങ്കാശി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മിതമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശബരിമലയിൽ അനിയന്ത്രിത തിരക്കിന് ശമനമായതോടെ സുഗമമായി ദർശനം നടത്തി തീർത്ഥാടകർ. വെള്ളി, ശനി ദിവസങ്ങളിൽ സാധാരണയായി കാണാറുള്ള തിരക്ക് ഈ ആഴ്ചയുണ്ടായില്ല. ഇന്ന് പരമാവധി ബുക്കിംഗ് രേഖപ്പെടുത്തി. സന്നിധാനത്ത് ഇന്ന് പ്രത്യേക പൂജകൾ. ഗസയിൽ വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണീനുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രി. 3 ബന്ദികളെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതിനെതിരെ ഇസ്രയേലിൽ പ്രതിഷേധം. കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് കാണാതായവരെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം. കൊച്ചിയുടെ യുവമനസ് തൊട്ട് DB നൈറ്റ് ചാപ്റ്റർ 3. പ്രമുഖ ബാൻഡുകളും ഗായകരും വേദിയിലെത്തി. സംഗീത നിശ ഒരുക്കിയത് ഫ്ലവേഴ്സും 24ഉം ചേർന്ന്. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ആത്മഹത്യ ചെയ്ത ഷബ്നയുടെ കൊലയാളികൾക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അരൂർ വില്ലേജ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K. പുഷ്പജ ഉദ്ഘാടനം ചെയ്തു. K. സ്വപ്ന അധ്യക്ഷയായി. കൊല്ലം മൃഗാശുപത്രി കെട്ടിടത്തിൽ തീപിടുത്തം. 1 ലക്ഷം രൂപയുടെ മരുന്നുകൾ കത്തിനശിച്ചു. മരുന്നുകൾ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് വിലയിരുത്തൽ. കൊച്ചി നേവൽ ബേസ് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. വിദ്യാലയ ചെയർമാനും INS ഗരുഡ കമാൻഡിംഗ് ഓഫീസറുമായ K. വത്സ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ കാലഘട്ടങ്ങളിലായി വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിച്ച 60 അധ്യാപകരെ ആദരിച്ചു. PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് നടൻ മോഹൻലാലിന് MT വാസുദേവൻ നായർ സമ്മാനിച്ചു. കോഴിക്കോട് നടന്ന ചടങ്ങിൽ സത്യനന്ദിക്കാട്, മേയർ ബീന ഫിലിപ്പ്,
MK രാഘവൻ MP ഉൾപ്പെടെ കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ മോഹൻലാലിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകം MT വാസുദേവൻ നായർ PV ചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായി അനുജ് പള്ളിവാൾ ചുമതലയേറ്റു. റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് ബറ്റാലിയൻ കമാൻഡായിരുന്നു. ഹരിയാന സ്വദേശിയാണ്. വികസന കാര്യങ്ങളിൽ ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. ഭാവിയിൽ സമൂഹം എങ്ങനെയായിരിക്കണമെന്നതിൽ കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. 25 വർഷം കഴിയുമ്പോൾ കേരളം എവിടെ എത്തണമെന്നുള്ള കാഴ്ചപ്പാടാണ് നവകേരള സദസ്സിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്നും മന്ത്രി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എന്നും സുതാര്യമാണെന്ന് മന്ത്രി K രാജൻ. സ്വന്തം കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറയുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ഏക സർക്കാരാണ് പിണറായി സർക്കാരെന്നും മന്ത്രി. ദേശീയപാതയിൽ തുറവൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു. അരൂർ തുറവൂർ ആകാശപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടക്കുന്നതിനാൽ ട്രാഫിക് നിയന്ത്രിച്ചിരുന്ന സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് പരാതി. ആലപ്പുഴ വെളിയരാട്ട് തെരുവുനായ ശല്യം അതിരൂക്ഷം. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ബയോമൈനിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി മാവേലിക്കരയിൽ ഡ്രോൺ സർവേ നടത്തി. നടപടി മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ ഉണ്ടാകരുതെന്ന ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി. സർവേ നടത്തി ചിത്രങ്ങൾ പകർത്തിയത് കൊൽക്കത്തയിൽ നിന്നുള്ള സംഘം. ആലപ്പുഴ മാന്നാറിൽ നിർത്തിയിട്ട വാനിൽ കാറിടിച്ച അപകടം 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായി തകർന്നു. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് 3ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാതൽ 23 ബ്ലോക്ക് വനിതാ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NP ബാബു അധ്യക്ഷനായി. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് ഈ മാസം 26-ന്. കേരള നോളജ് ഇക്കോണമി മിഷൻ കോട്ടയം കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് നാട്ടകം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജില്ലാ സ്കിൽ ഫെയർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം വാഴൂരിൽ 5 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. മുഖത്ത് പരിക്കേറ്റ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കാസർഗോഡ് നീലേശ്വരം ബസാർ തളിയിൽ അമ്പലം റോഡ് ആധുനികവൽക്കരിക്കുന്നതിന് സാങ്കേതിക അനുമതി ലഭിച്ചു. 5 കോടി രൂപയാണ് അനുവദിച്ചത്. പാലക്കാട് കാരാക്കുറിശ്ശിയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷം. നെൽകൃഷി വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തം. വൈക്കം ചെമ്പിലരിയൻ വള്ളംകളി മത്സരം ഇന്ന്. ചെമ്പ് പഞ്ചായത്ത്, ചെമ്പിലരിയൻ ബോട്ട് ക്ലബ്ബ്, സംസ്ഥാന ടൂറിസം മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് മത്സരം ഉച്ചയ്ക്ക് 2 മണിക്ക് മുറിഞ്ഞപ്പുഴയിൽ. കോട്ടയം തലയോലപ്പറമ്പിൽ പൊതിപ്പാലത്തിന് സമീപം 3 സ്ഥാപനങ്ങളിൽ മോഷണം. പൂട്ട് കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് സ്ഥാപനത്തിനുള്ളിൽ പ്രവേശിച്ചത്. അന്വേഷണം ആരംഭിച്ചുവെന്ന് പോലീസ്. കോട്ടയം ഇടച്ചോറ്റി വെളിച്ചിയാനി സെന്റ് തോമസ് റോഡ് തകർന്നു. റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് 4 വർഷമായെന്ന് നാട്ടുകാരുടെ പരാതി. സമരം ചെയ്യാനൊരുങ്ങി പ്രദേശവാസികൾ. ഇടുക്കി ഉപ്പുതുറയിൽ കാട്ടാന ശല്യം രൂക്ഷം. വനപാലകർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ. പാലക്കാട് നെന്മാറയിലെ സോളാർ പദ്ധതി നിർമ്മാണം പുനരാരംഭിച്ചു. 5 വർഷമായി മുടങ്ങിക്കിടന്ന പദ്ധതിയിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്ന ജോലികളാണ് ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് 2017-ൽ. തീരദേശത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന തീരദേശ ക്യാമ്പ് ഇന്ന് മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ ജനക്ഷേമ ജംഗ്ഷനിലെ സുനാമി പുനരധിവാസ കേന്ദ്രത്തിൽ നടക്കുന്ന സെമിനാർ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P സതീദേവി ഉദ്ഘാടനം ചെയ്യും. പ്രധാന അറിയിപ്പുകൾ. കേരള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള റബ്ബർ ലിമിറ്റഡിന് വേണ്ടി ലോഗോ ക്ഷണിച്ചു. തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് 10,000 രൂപയും പ്രശസ്തി പത്രവും നൽകും. ലോഗോ info@krl.kerala.gov.in എന്ന ഇമെയിലിൽ ലോഗോ അയക്കാം. ജനുവരി 20-നാണ് അവസാന തീയതി.
കേന്ദ്ര സർക്കാർ നടത്തുന്ന സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം. +2, ITI, ഡിപ്ലോമ എന്നിവയാണ് യോഗ്യത. വിശദമായ വിവരങ്ങൾക്ക് 81 83 88 11 31 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേന്ദ്ര സർവകലാശാലകളിൽ ഉൾപ്പെടെ PG പ്രവേശനത്തിനുള്ള ദേശീയ പൊതുപരീക്ഷയുടെ രജിസ്ട്രേഷൻ അടുത്തയാഴ്ച. ഈ മാസം 26-ന് രജിസ്ട്രേഷൻ തുടങ്ങുമെന്ന് NTA. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ എറണാകുളം സിറ്റിംഗ് ഈ മാസം 20-ന് രാവിലെ 11-ന് കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടക്കും. എറണാകുളം ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികൾ സ്വീകരിക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. വാക്ക്-ഇൻ ഇന്റർവ്യൂ ഈ മാസം 20-ന്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ 58 നാളെ രാവിലെ 8 മുതൽ മറ്റന്നാൾ വൈകിട്ട് 6 വരെ അടച്ചിടും. അറ്റകുറ്റപ്പണികൾക്കായാണ് ലെവൽ ക്രോസ് അടച്ചിടുന്നത്. വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ 62 വഴി പോകണം. നോക്കാം ഇനി ദേശീയ വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ 19,000 കോടി രൂപയുടെ 37 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നമോഘട്ടിൽ കാശി തമിഴ് സംഗമത്തിന്റെ 2ാം പതിപ്പും ഉദ്ഘാടനം ചെയ്യും. കന്യാകുമാരിയിൽ നിന്ന് വാരാണസിയിലേക്കുള്ള പുതിയ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. കർണാടകയിലെ ബെലഗാവിയിൽ ആദിവാസി യുവതിയെ നഗ്നയാക്കി മർദ്ദിച്ച കേസിൽ 13 പേർ അറസ്റ്റിൽ. കേസ് അന്വേഷണത്തിൽ അനാസ്ഥ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടി നേതാവായി രാഘവ് ചന്ദയെ നിയമിച്ചു. നടപടി സഞ്ജയ് സിംഗിന്റെ അഭാവത്തിൽ. ഡൽഹിയിലെ ബസ്സുകളിൽ പരിശോധന നടത്തി ഡൽഹി വനിതാ കമ്മീഷൻ ചീഫ് സ്വാതി മലിവാൾ. സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തായിരുന്നു പരിശോധന. സ്ത്രീ യാത്രക്കാരുമായി സംവദിച്ച് സ്വാതി മലിവാൾ. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ. കേന്ദ്ര സർക്കാരിന് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശക്തിയില്ല. മുംബൈയിലെ വജ്രവ്യാപാരമാണ് ഗുജറാത്തിലേക്ക് മാറ്റിയത്. പലർക്കും ഇതുമൂലം ജോലി നഷ്ടമായെന്നും കുറ്റപ്പെടുത്തൽ. ജമ്മുകശ്മീരിലെ അഗ്നൂർ ഗ്രാമത്തിൽ നിന്ന് നിരവധി മോർട്ടാർ ഷെല്ലുകളും LMGയും കണ്ടെത്തി. റോഡ് വീതി കൂട്ടൽ ജോലിക്കിടെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. അന്വേഷണം ആരംഭിച്ച് ജമ്മുകശ്മീർ പോലീസും ഇന്ത്യൻ ആർമിയും. കൂടുതൽ പോക്സോ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ഗോവ ബാലാവകാശ സംഘടന. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരാമർശം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശുമായി കൂടിക്കാഴ്ച നടത്തി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വിവിധ വിഷയങ്ങൾ ചർച്ചയായി. പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയുടെ ശില്പശാലയിൽ പങ്കെടുത്ത് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ. അഗർത്തലയിലായിരുന്നു ശില്പശാല. പദ്ധതിയുടെ വിവിധ നേട്ടങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു. അയോധ്യയിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ വർദ്ധിപ്പിച്ച് റെയിൽവേ. 1000 ട്രെയിനുകളാണ് സർവീസ് നടത്തുക. ആദ്യ സർവീസ് ജനുവരി 19 മുതൽ. വീടുകളിൽ കശ്മീരി ഭാഷ സംസാരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത PDP മേധാവി മെഹബൂബ മുഫ്തി. നമ്മുടെ ഭൂമി പോലും മറ്റുള്ളവർ അപഹരിക്കാം, എന്നാൽ നമ്മുടെ ഭാഷ ആർക്കും അപഹരിക്കാൻ കഴിയില്ല എന്നും മെഹബൂബ മുഫ്തി. ഹിം മഹോത്സവിന് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഉദ്ഘാടനം ചെയ്യും. ഹിമാചൽ പ്രദേശിന്റെ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. നാഗ്പൂരിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച് 6 പേർ മരിച്ചു. വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അട്ടാരി അതിർത്തിയിൽ നിന്ന് 102 കിലോ ഹെറോയിൻ പിടികൂടിയ കേസിലെ 3ാമത്തെ പ്രതിയും പിടിയിൽ. ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് അറസ്റ്റ്. പഞ്ചാബ് സ്വദേശി അമൃത്പാൽ സിംഗ് ആണ് പിടിയിലായത്. രാജ്യാന്തര വാർത്തകൾ. കുവൈത്ത് അമീറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിയോഗത്തിൽ അതിയായ ദുഃഖമുണ്ടെന്ന് പ്രധാനമന്ത്രി എക്സിൽ. കുവൈത്തിന്റെ 17ാമത്തെ അമീറായി ഉപ അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അൽ സബാഹിനെ തെരഞ്ഞെടുത്തു. 2020 ഒക്ടോബർ മുതൽ കുവൈത്ത് ഉപഭരണാധികാരിയായ ഷെയ്ഖ് മിഷ അൽ അഹമ്മദ് അൽ സബാഹ് അന്തരിച്ച അമീർ ഷെയ്ഖ് നവാഫിന്റെ അർദ്ധ സഹോദരനാണ്. യുവാക്കളെ ലക്ഷ്യമിട്ട് ഇറ്റാലിയൻ പോലീസ് നടത്തിയ ഓപ്പറേഷനിൽ 41 പേർ അറസ്റ്റിൽ. പിടിയിലായത് അക്രമം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തവർ.
ഇന്ത്യ ഒമാൻ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നു. ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ 3ാം ഘട്ടം പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ഒമാൻ ഇന്ത്യ ജോയിന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. റഷ്യൻ അധീനതയിലുള്ള പ്രദേശത്ത് യുക്രൈന്റെ മിസൈൽ ആക്രമണം, 2 പേർ കൊല്ലപ്പെട്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻ ഉപദേഷ്ടാവ് കർദിനാൾ ആഞ്ചലോ ബെക്യുവിന് 5.5 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച് വത്തിക്കാൻ കോടതി. കത്തോലിക്ക സഭയ്ക്ക് വൻ നഷ്ടത്തിനിടയാക്കിയ ലണ്ടൻ വസ്തു ഇടപാട് കേസിലായിരുന്നു വിചാരണ. ദേശീയ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലെന്ന് മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ജേക്കബ് സുമ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സിറിൽ റാമഫോസ നടത്തുന്ന പ്രചാരണങ്ങൾ വഞ്ചനയാണെന്ന് ആരോപണം. 6 വർഷം മുമ്പ് കാണാതായ ബ്രിട്ടീഷ് കൗമാരക്കാരനായ അലക്സ് ബാറ്റിയെ കണ്ടെത്തി. ഫ്രാൻസിൽ നിന്നാണ് അലക്സിയെ കണ്ടെത്തിയത്. 2017 സ്പെയിനിലേക്കുള്ള യാത്രക്കിടയിലാണ് കാണാതായത്. US മിലിറ്ററിയുടെ X-37B ബഹിരാകാശ വാഹനം വിക്ഷേപണ തീയതി മാറ്റി. പുതുക്കിയ വിക്ഷേപണ തീയതി ഈ മാസം 28. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. പഞ്ചാബ് നാഷണൽ ബാങ്ക് കൂത്താട്ടുകുളത്ത് പുതിയ ബ്രാഞ്ച് ഓഫീസ് തുറക്കുന്നു. ഈ മാസം 18-ന് അനൂപ് ജേക്കബ് MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബ് നാഷണൽ ബാങ്ക് ചെന്നൈ സോൺ ജനറൽ മാനേജർ ഭുവനേശ്വരി വെങ്കിട്ടരാമൻ മുഖ്യാതിഥിയാകും. ശ്രീധരി M വൈസ് ചെയർമാൻ ഹരിയൻ നമ്പൂതിരി ചടങ്ങിൽ പങ്കെടുക്കും. ഏതർ എനർജിയിൽ 140 കോടി രൂപ അധികമായി നിക്ഷേപിക്കാൻ ഹീറോ മോട്ടോ കോർപ്പ്. ഏതർ എനർജിയിലെ ഓഹരി 3% വർദ്ധിപ്പിച്ച് 39.7% ഉയർത്തും. മാധ്യമമേഖലയിൽ സാന്നിധ്യം ശക്തമാക്കിയ അദാനി വാർത്താ ഏജൻസിയായ IANS-ന്റെ ഭൂരിഭാഗം ഓഹരികളും സ്വന്തമാക്കി. കഴിഞ്ഞ മാർച്ചിൽ അദാനി മീഡിയ ബിസിനസ്സിലേക്ക് പ്രവേശിച്ചത് ക്വിന്റേലിയൻ ബിസിനസ് മീഡിയയെ ഏറ്റെടുത്ത്. സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളായ ഹോണ്ട എലിവേറ്ററിന് മികച്ച സ്വീകരണം. വിൽപ്പന 20,000 കടന്നതായി ഹോണ്ട കമ്പനി. ആഗോള ആരോഗ്യ സംരക്ഷണ നയം അവതരിപ്പിച്ച് റിലയൻസ് ജനറൽ ഇൻഷുറൻസ്. ക്യാൻസർ, ബൈപ്പാസ് സർജറി തുടങ്ങിയവയ്ക്കുള്ള വിദേശ ചികിത്സാ ചെലവുകൾ പോളിസി വഹിക്കും. ലാക്കോസാമേറ്റ് ഗുളികകൾ വിപണനം ചെയ്യാൻ സൈഡസ് ലൈഫ് സയൻസസിന് USFDA അനുമതി. ടാബ്ലറ്റുകൾക്ക് US-ൽ $249 മില്യൺ വാർഷിക വിൽപ്പനയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഓഫീസ് ഹബ്ബായ സൂറത്ത് ഡയമണ്ട് ബോർഡ്സ് ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് 3400 കോടി രൂപ ചെലവിട്ട്. ഇനി നോക്കാം കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരം ഉച്ചയ്ക്ക് 1:30-ന് ജോഹന്നാസ്ബർഗിൽ. വിജയ് ഹസാരെ ട്രോഫി സ്വന്തമാക്കി ഹരിയാന. ഫൈനലിൽ രാജസ്ഥാനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഹരിയാനയുടെ കിരീട നേട്ടം. 88 റൺസ് എടുത്ത അങ്കിത് കുമാർ ടോപ്പ് സ്കോറർ. ISL-ൽ മുംബൈ സിറ്റിയെ സമനിലയിൽ തളച്ച ഈസ്റ്റ് ബംഗാൾ. ഇരു ടീമുകളും ഗോളൊന്നും നേടിയില്ല. 16 പോയിന്റുമായി മുംബൈ സിറ്റി 4-ാം സ്ഥാനത്ത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സമനിലയിൽ കുരുക്കി ക്രിസ്റ്റൽ പാലസ്. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 95-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയാണ് ക്രിസ്റ്റൽ പാലസിന് ആവേശകരമായ സമനില സമ്മാനിച്ചത്. ISL-ൽ ജംഷഡ്പൂരിനെതിരെ ബംഗളൂരു FC-ക്ക് ജയം. എതിരില്ലാത്തൊരു ഗോളിനാണ് ബംഗളൂരുവിന്റെ ജയം. തുടർച്ചയായ 7 തോൽവിക്ക് ശേഷമാണ് ടീമിന്റെ തിരിച്ചുവരവ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് വിജയം. ഷെഫീൽഡ് യുണൈറ്റഡിനെതിരായ വിജയം എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫുൾഹാമിനെ തകർത്തെറിഞ്ഞ് ന്യൂകാസിൽ യുണൈറ്റഡ്. സെന്റ് ജെയിംസ് പാർക്കിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ക്രിസ്റ്റൽ പാലസ് വിജയിച്ചത്. തുടക്കത്തിൽ തന്നെ റൗൾ ജിമേനസ് ചുവപ്പ് കാർഡ് നേടി പുറത്തായതാണ് ഫുൾഹാമിന് തിരിച്ചടിയായത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിനിടെ ടൂലൻ ടൗൺ ക്യാപ്റ്റൻ ടോം ലോക്കിയർ കുഴഞ്ഞു വീണു. ബെഡ്മൌത്തിനെതിരായ മത്സരത്തിനിടയിലാണ് അപ്രതീക്ഷിതമായ സംഭവമുണ്ടായത്. മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. തലവൻ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങും. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ബിജു മേനോനും ആസിഫ് അലിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇരുവരും എത്തുന്നത് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ.
ഷാറൂഖ് ഖാന്റെ ഐക്കോണിക് പോസ് അനുകരിച്ച് മകൻ അബ്രാം. ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ ആനുവൽ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന സ്റ്റേജ് ഷോയിലാണ് അബ്രാം പിതാവായ ഷാറൂഖ് ഖാനെ അനുകരിച്ചത്. വീഡിയോ കാണുന്ന കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ ഏറ്റെടുത്ത് ആരാധകർ. मैंने तुम्हें जहाँ रखा कोई. ജാഫർ ഇടുക്കി, സിബി തോമസ്, ശ്രീകാന്ത് മുരളി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന മാംഗോ മുറി എന്ന ചിത്രം ജനുവരി 5 റിലീസ് ചെയ്യും. വിഷ്ണു രവിശക്തിയാണ് സംവിധാനം. തോമസ് സൈമണും വിഷ്ണു രവിശക്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത്. കെ ഷമീർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം മുറിവിന്റെ ആദ്യ ഗാനം പുറത്തുവിട്ടു. സുഹൈൽ സുൽത്താനാണ് ഗാനം രചിച്ചത്. സിതാര കൃഷ്ണകുമാർ, ശ്രീജിഷ് എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി അഭിനയിക്കുന്ന 257ാമത് സിനിമ ST-257 പൂജ കൊച്ചിയിൽ നടന്നു. സനൽ വി ദേവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മനു സി കുമാറാണ്. നോക്കാമിനി വൈറൽ ട്രെൻഡ്സ്. കണ്ടു, ഇഷ്ടപ്പെട്ടു, കഴിച്ചു. ബോക്സിൽ നിന്ന് മീനിനെ എടുത്ത് കഴിക്കുന്ന കുട്ടിയുടെ വീഡിയോ വൈറൽ. നിരവധി പേരാണ് വീഡിയോ ഷെയർ ചെയ്തത്. That's okay, Leah. Let's put him in the water. It's okay. Oh, that's it. No. Leah, here. Take that back. That's okay, Leah. Let's put him in the water. It's okay. Oh, that's it. No. മനുഷ്യർക്ക് മാത്രമല്ല തനിക്കും ഡാൻസ് ചെയ്യാനാകുമെന്ന് കാണിച്ചുള്ള നായയുടെ വീഡിയോ വൈറലാകുന്നു. സൺഗ്ലാസ് വെച്ച് ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ. ഭക്ഷണം നൽകുമ്പോൾ തനിക്ക് വേണ്ട കൂടെയുള്ള നായക്കുട്ടിക്ക് കൊടുത്താൽ മതിയെന്ന് ആക്ഷൻ കാണിക്കുന്ന നായയുടെ വീഡിയോ വൈറലാകുന്നു. തെങ്ങ് കയറുന്ന കരടിയുടെ കാഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. തെങ്ങിൽ നിന്ന് ശ്രദ്ധയോടെ ഇറങ്ങുന്ന കരടിയുടെ വീഡിയോയ്ക്ക് കൈയടിച്ച് സോഷ്യൽ മീഡിയ. ഷുഗറിന്റെയും ഗുളിയൂടെ എടുത്തോ. 2 വയസ്സിൽ കണക്കിലെ പുലിയായി കൊച്ചുമിടുക്കൻ. കണക്കിലെ മിടുക്കനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ. Fact check. പാകിസ്ഥാനിലെ കറാച്ചിയിൽ തീവ്രവാദിയെ വെടിവെച്ചു കൊന്ന അജ്ഞാതൻ എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മുഖംമൂടി ധരിച്ച് തോക്കുമായി നിൽക്കുന്ന ആളുടെ CCTV ദൃശ്യമാണ് പ്രചരിക്കുന്നത്. എന്നാൽ വൈറൽ ചിത്രം ഓസ്ട്രേലിയയിൽ വെടിവെപ്പ് നടത്തിയ ആളുടേതാണ്. 2019 നടന്ന സംഭവത്തിന്റെ ദൃശ്യമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. പാർലമെന്റ് അതിക്രമത്തിൽ സ്പീക്കറുടെ അനുനയ നീക്കങ്ങൾ തള്ളി പ്രതിപക്ഷം. സ്പീക്കറുടെ കത്തിൽ തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ല എന്ന ആരോപണം. പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ സഭയിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ച് പ്രതിപക്ഷം. നാളെ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ 10 മണിക്ക് യോഗം ചേരും. രാജസ്ഥാനിൽ ഓടുന്ന ബസ്സിൽ വെച്ച് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായി. ഒരാൾ പിടിയിൽ. സംഭവം ഭൂബാസിൽ. ഉത്തർപ്രദേശിൽ കടയിലേക്ക് ട്രക്കിടിച്ചു കയറിയ അപകടം. 3 മരണം, 3 പേർക്ക് പരിക്കേറ്റു. അപകടം ഇറ്റാവ ജില്ലയിൽ.
ആദ്യമായി കൃത്രിമമായി മഴ പെയ്യിച്ച് പാകിസ്ഥാൻ. ലാഹോറിലെ പുകമഞ്ഞിനെ നേരിടാനായിരുന്നു കൃത്രിമ മഴ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്കെതിരെ ഇസ്രയേലിന്റെ ആക്രമണം. നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന. ആശുപത്രിയിലെ സാഹചര്യം അതീവ ഗുരുതരമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനം. ഉത്തരകൊറിയയ്ക്ക് ഭീഷണിയുമായി അമേരിക്ക. യുഎസിനെതിരായ ഉത്തരകൊറിയയുടെ ആണവാക്രമണം കിം ജോങ് ഉന്നിന്റെ ഭരണത്തിന്റെ അന്ത്യമാകുമെന്ന് മുന്നറിയിപ്പ്. അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ മുൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ രക്തത്തെ അനധികൃത കുടിയേറ്റക്കാർ വിഷലിപ്തമാക്കുന്നുവെന്ന് വിവാദ പരാമർശം ന്യൂ ഹാംഷെയറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.